സ്കിനോപ്പിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ. നിങ്ങളുടെ ദേഹത്ത് ഇങ്ങനത്തെ വട്ടത്തിലുള്ള റാഷസ്, എസ്പെഷ്യലി ബ്രസ്റ്റിന്റെ ഇടയിലോ നിങ്ങളുടെ തൈസിന്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നാ പറയാം. സോ ചെയ്യേണ്ടാത്ത 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, നനഞ്ഞ വസ്ത്രങ്ങൾ ഇടാതിരിക്കുക. നനഞ്ഞ വേർത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ കാണുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ഡ്രസ്സ് ഇടുക. ജീൻസ് ഇടുന്നെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യുക. രണ്ടാമതായിട്ട് കടയിൽ പോയിട്ട് സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീംസ് മേടിച്ച് തേക്കാതിരിക്കുക. അപ്പൊ അവർ ആദ്യം എടുത്തു കൊടുക്കുന്ന ഈ ബിക്ലമെത്തസോൺ, ഈ ബീറ്റമെത്തസോൺ എന്നൊക്കെ കാണുന്നത് സ്റ്റിറോയിഡ് ആണ്. അതിടുമ്പോൾ താൽക്കാലികമായിട്ട് ചൊറിച്ചിൽ കുറയും, പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഫംഗസ് സ്കിന്നിന് അടിയിൽ പോയിട്ട് ഒന്നും കൂടി പടർന്നു വരിക ചെയ്യുന്നത്. സോ പ്ലെയിൻ ക്ലോട്രിമസോൾ, പ്ലെയിൻ ലുലിക്കമസോൾ ക്രീം തന്നെ ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് തോർത്തും സോപ്പും മാറ്റിയിട്ട് എങ്ങനെയാണ് എല്ലാവർക്കും വരുന്നത് അല്ലെ. സോ ബേസിക്കലി ഈ ഡ്രസ്സ് നമ്മൾ തൂക്കിയിടുമ്പോൾ ഈ ഫംഗൽ സ്പോർട്സ് ഫുൾ നമ്മുടെ വായുവിലൊക്കെ ഉണ്ടാവും. സോ നല്ല വായുസഞ്ചാരം വേണം, വീടിനുള്ളിൽ വെളിച്ചം എത്തണം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾ മാറ്റി തന്നെ ലോണ്ടറി ബാസ്ക്കറ്റിലോ വേറെ എവിടെയെങ്കിലും അലക്കുന്നിടത്ത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് അലക്കുക. അലക്കുവാണെങ്കിൽ തന്നെ അലക്കി പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി ഇസ്ത്രിയിട്ട് ഉപയോഗിക്കാനാണ് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് DM me. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.